أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ احضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. إن شاء الله നമ്മൾ ഇന്ന് മുതൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രശസ്തമായ ഖസീദത്തുൽ ഹംജിയൻ്റെ വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യം സയ്യിദ്ന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാറമി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാം. അതിനുശേഷം മറ്റു വിശദീകരണങ്ങളിലേക്കും പറ്റുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങളുടെ ഒരു വിശദീകരണം നോക്കുന്നുണ്ട്. അതുപോലെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ നടത്തിയൊരു വിശദീകരണമുണ്ട്, അത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രചനയിൽ നമ്മൾ കിതാബാക്കുമ്പോൾ അതൊക്കെ പരിപൂർണമായിട്ടും വരും. പക്ഷേ ദർസിൽ നമുക്ക് ആവശ്യമുള്ളത്, അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും സയ്യിദ്ന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ നടത്തിയ വിശദീകരണം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ പറയാം. മറ്റു വിശദീകരണങ്ങളിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു കിതാബിൻ്റെ പേര് ഇർഷാദാത്തുർ റബ്ബാനിയ ബിൽ ഫുതൂഹാത്തിൽ ഇലാഹിയ എന്നാണ്. അല്ലാമ അലി ഹറാജിം റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുതിയതാണ്. സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ മലയാളം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവൻ സയ്യിദന മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റെല്ലാ അമ്പിയാക്കന്മാരെക്കാളും മുർസലീങ്ങളെക്കാളും മുന്തിച്ചുകൊണ്ട് പ്രത്യേകമാക്കുകയുണ്ടായി. പ്രപഞ്ചത്തെയും സൃഷ്ടിപ്പിനെയും അവിടുത്തെ കൊണ്ട് തുടങ്ങിയതുപോലെ റിസാലത്തിനെ അവിടുത്തെ കൊണ്ട് അവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. സർവ്വസൃഷ്ടികളിലും വെച്ച് മറ്റൊരാളിലും ഒരുമിച്ച് കൂടാത്ത സവിശേഷ സ്വഭാവങ്ങളും മോജിസാത്തുകളും നൽകി അവൻ അവിടുത്തെ തിരഞ്ഞെടുക്കുകയും ആദരിക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും ഒരേ ഒരുവനും തനിച്ചവനും സ്വയം പര്യാപ്തനും കൂട്ടുകാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും പരിശുദ്ധനുമാണ്. ദൈവിക പരിഗണന ലഭിച്ചവരോടൊപ്പം സാമീപ്യത്തിൻ്റെയും ഉന്നത പദവിയുടെയും സന്നിധിയിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു സാക്ഷ്യം വഹിക്കലാണിത്. നിശ്ചയമായും സയ്യിദന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലും ഹബീബും ഏറ്റവും അടുത്ത തോഴനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തെ കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേലും സലാത്തും സലാമും ഉണ്ടാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതാപത്തിൻ്റെയും പദവിയുടെയും ഉടമകളും സൃഷ്ടികളെ സത്യത്തിലേക്ക് നയിക്കുന്നവരുമാണവർ. അള്ളാഹുവിൻ്റെ ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം അഭിവാജ്യമായി നിലനിൽക്കുന്ന ശാശ്വതമായ സ്വലാത്തും സലാമും അവരിൽ വർഷിക്കട്ടെ. ആമീൻ. ശേഷം നിശ്ചയമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സൃഷ്ടിയിലും ഒരുമിച്ച് കൂടാത്ത വിധത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ പൂർണ്ണതകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നത് ഓരോ മുസ്ലിമിനും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇരു ലോകത്തും ബാഹ്യമായും ആന്തരികമായും പൂർണ്ണത നേടിയ ഏതൊരാളുടെയും പൂർണ്ണതയുടെ അടിസ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മാത്രമല്ല അതിലേക്കുള്ള സഹായവും ബന്ധവും അവിടുത്തെ അടുത്തു നിന്നാണ് ലഭിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയല്ലാതിരിക്കും അവിടുത്തെ പൂർണ്ണതകൾ കണക്കാക്കാനാവാത്തതാണ്. അവിടുത്തെ അവസ്ഥകളും വിശേഷണങ്ങളും നിർവചിക്കാനോ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ കഴിയാത്തതുമാണ്. സ്തുതിക്കുന്നവർ എത്രമാത്രം പ്രകീർത്തിച്ചാലും വിശേഷിപ്പിക്കുന്നവർ എത്രമാത്രം അതിശയോക്തി കാണിച്ചാലും അവിടുത്തെ പൂർണ്ണതയുടെ മുമ്പിൽ അവരെല്ലാവരും അശക്തരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്തുതികൾ പൂർത്തീകരിക്കുന്നതിൽ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തിച്ചവയിലും
അവിടുത്തെ സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളും വെളിപ്പെടുത്തിയവയിലും വെച്ച് ഏറ്റവും മനോഹരവും ആശയസമ്പുഷ്ടവുമായ ഒന്നാണ് ആലിം അൽ ആരിഫ് അൽ കാമിൽ അൽ ദായിഖ് ഷെയ്ഖ് ഷറഫുദ്ദീൻ അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബൂസൂരി റളിയല്ലാഹു അൻഹു രചിച്ച ഖസീദത്തുൽ ഹംസിയ. ഇത് അലി ഹറാസിമി തങ്ങൾ പറയുന്നതാണ്. അപ്പം വിശ്വാസങ്ങളെ പ്രകീർത്തിക്കുന്നതിലും സവിശേഷങ്ങളും ഗുണങ്ങളും പറയുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ഏറ്റവും സമ്പൂർണവും സമ്പുഷ്ടമായ ഒരു രചന ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തങ്ങൾ രചിച്ച ഖസീദത്തുൽ ഹംസിയാണ്. അതുകൊണ്ടാണ് ശ്രേഷ്ഠരായ പല വ്യാഖ്യാതാക്കളും ഇതിൻ്റെ ആശയങ്ങൾ വിശദീകരിക്കാൻ മുന്നോട്ട് വന്നത്. അങ്ങനെ അവർ ഇതിൻ്റെ പദഘടനകളുടെ കടലുകളിൽ മുങ്ങിത്തപ്പുകയും അതിൽ നിന്നും ആശയങ്ങളുടെ മുത്തുകൾ പുറത്തെടുക്കുകയും ചെയ്തു. അഹമ്മദിയ തിജാനിയ സന്നിധിയിൽ നിന്നുള്ള ഫുയൂദാത്തുകളിൽ നിന്നുമുള്ള ഒരു വ്യാഖ്യാനമാണിത്. അതായത് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. അല്ലാമ ഷെയ്ഖ് അലി ഹറാസിം ഇബ്നു അറബി ബറാദ അൽഫാസി തിജാനി റളിയല്ലാഹു അൻഹു തൻ്റെ ഷെയ്ഖിൽ നിന്നാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. കുത്തുബുകളുടെ കുത്തുബും ഗൗസുകളുടെ ഗൗസും തൻ്റെ കാലഘട്ടത്തിലെ അതുല്യനായ വ്യക്തിയും പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായപ്രകാരം മൗലിയാക്കന്മാരുടെ ഖത്മും സയ്യിദ്ന മൗലായ അബുൽ അബ്ബാസ് അഹ്മദ് അത്തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത് കരസ്ഥമാക്കിയത്. ഉന്നതമായ ആത്മീയ സൂചനകളും പരിശുദ്ധവും സ്ഫുടവും ചെയ്യപ്പെട്ടതുമായ ആത്മീയ അനുഭൂതികളും അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയ രുചി അനുഭവിച്ച് അറിഞ്ഞവരിൽ മുന്നിട്ടവർക്കല്ലാതെ മറ്റാർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും അദ്ദേഹം ഇതിലൂടെ വിശദീകരിക്കുന്നു. ഇതിൻ്റെ ആശയതലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അള്ളാഹുവിനെ അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് മനസ്സിലാവാതെ ആർക്കെങ്കിലും ഇപ്പോൾ അള്ളാഹിനെ അറിയാത്തവർക്ക് അത് മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കേൾക്കുക. ശൈഖുകൾ പറഞ്ഞതാണ്, അത് കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഇബാദത്താണ്. നമ്മളൊക്കെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളുടെയും ഷെയ്ഖുൽ തങ്ങളുടെയും ഒക്കെ ഒരു സുന്നത്താണ് അഹമ്മദ് തിജാൻ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുക, ജസ്റ്റ് ഇങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇനിയിപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് അത് പൂർണ്ണമാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിലും പോലും അത് വായിക്കൽ വലിയ ഇബാദത്താണ്, അത് കേട്ടിരിക്കൽ വലിയ ഇബാദത്താണ്. കാരണം നമ്മളിത് പറയുന്നത് വിശദീകരിക്കുന്നത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ മൗലൂദുകൾ ഓതാറുണ്ട്. ഈ മൗലൂദുകളിൽ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും അതിലെന്താ പറയുന്നത് പലർക്കും 99% ആളുകൾക്കും അറിയില്ല. അറിയുന്നത് വളരെ നല്ലതാണ്, അറിയാതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ സാരം, അറിയുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ മനാഖിബ് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളതിൽ ആ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത്വമാണ്. അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ മഹത്വമാണ്. നമ്മൾ ഈ ഒരു മാസത്തിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യങ്ങൾപ്പെട്ട ഒന്നുമാണ്. അതുകൊണ്ട് ഈ ഒരു മജ്ലിസിനെ നമ്മൾ ഭൗതികമായിട്ടല്ലെങ്കിലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക, അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമായി കണ്ടുകൊണ്ട് എല്ലാവരും അത് കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തുടക്കത്തിൽ. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ 2 വരികളുടെ വിശദീകരണമാണ് നമ്മൾ നോക്കുന്നത്. കൈഫ തർഖാ റുഖിയ്യൽ അംബിയാഉ യാ സമാഅൻ മാ തവലത്ഹ സമാഉ ലം യുസാവുക ഫി ഉലാക വഖദ്ഹ ലാ സനാ മിൻക ദൂനഹു വസനാഉ. ഈ 2 വരികളാണ് നമ്മളിന്ന് നോക്കുന്നത്. കൈഫ തർഖാ റുഖിയ്യൽ അംബിയാഉ. കൈഫ തർഖാ, കൈഫ എങ്ങനെയാണ്, തർഖാ ഉയരുക, റുഖിയ്യൽ അംബിയാഉ റുഖിയ്യക അങ്ങയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔന്നത്യത്തിലേക്ക് ഉന്നതിയിലേക്ക് എങ്ങനെയാണ് അമ്പിയാക്കന്മാർ ഉയരുക? യാ സമാഅൻ മാ താവലത്ഹ സമാഉ. യാ സമാ എന്നാണ് ആകാശമാണ്. പ്രശ്വാസങ്ങളെ ആകാശമേ എന്ന് വിളിക്കുകയാണ്. യാ സമാ, അല്ലയോ ആകാശമേ. മാ താവലത്ഹ സമാഉ, ഒപ്പം ഉയരാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉയർച്ച എത്തിയ അതായത് ആകാശങ്ങൾക്കൊപ്പം ഉയരാൻ പറ്റാത്തത്ര ഉയർച്ച എത്തിയ ആകാശമേ. ഇവിടെ സമാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് അമ്പിയാക്കന്മാരാണ്.
അപ്പോൾ മറ്റ് അമ്പിയാക്കന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ആകാശമേ നിർശ്വാസങ്ങൾ അഭിസംബോധന ചെയ്യാണ്. അപ്പോൾ ഇതിന് രണ്ട് വളരെ ആയത്തിലുള്ള വിശദീകരണങ്ങൾ സയ്യിദുനാ ശൈഖുൽ ഇസ്ലാം തങ്ങൾ പറയുന്നുണ്ട്. കൈഫ തർക്കാ റുഖയ്യഖൽ അംബിയാഉ എന്ന് പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഒരു ആത്മീയാവസ്ഥനെ വിശദീകരിക്കുന്നതാണ്. യാ സമാഅൻ മാ താവലത്ഹ സമാഉ എന്ന് പറയുന്നത് മറ്റൊരു മാന വിശദീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. ലം യുസാവുക ഫി ഉലാക വഖദ്ഹ, ലം യുസാവുക അവർ അങ്ങയോട് അവർക്ക് അങ്ങയോട് തുല്യരാകാൻ സാധിച്ചിട്ടില്ല. ഫി ഉലാക അങ്ങയുടെ വലുപ്പത്തിൽ. വഖദ് ഹാല അവരുടെ ഇടയിൽ നിന്നു. സന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം, റസൂലുള്ളാഹിൽ നിന്ന് വരുന്ന പ്രകാശം. ദൂനഹും വസനാഉ, വസനാഉ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഔന്നിത്യം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔന്നിത്യവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവും അവരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ നിന്നതുകൊണ്ട് അവർക്ക് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ഉയർല്ലോ, എന്തുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് റസൂലുള്ളാഹിയുടെ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാത്തത്? അമ്പിയാക്കന്മാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ ഒരു മറയുണ്ട്. ആ മറ എന്താ? റസൂലുള്ളാഹിയുടെ പ്രകാശം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവും ഔന്നിത്യവും ആകുന്ന മറ കൊണ്ട് അവർക്ക് റസൂലുള്ളാഹിയെ കാണാൻ പറ്റണില്ല, അവർക്ക് റസൂലുള്ളാഹിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത്രയും ഉയർന്ന ആകാശമായ റസൂലുള്ളാഹി മാറി. ഇതിനെ സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇസ്തഫ്തഹ ബികൈഫ, ഇവിടെ കൈഫ തർക്കാ റുഖയ്യഖൽ അംബിയാ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ തുടങ്ങിയത് കൈഫ കൊണ്ടാണല്ലോ. അപ്പോൾ ഇവിടെ കൈഫ കൊണ്ട് തുടങ്ങിയത് ഇമ്മാ തഅജബിയതൻ, ഒന്നെങ്കിൽ അതൊരു അജബ് കാണിക്കാനാണ്, അതായത് ഒരു അത്ഭുതം പറയുക, എന്തൊരു വീടാണത്, എങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്, അതൊരു അജബ് കാണിക്കാൻ, ഒരു അത്ഭുതം കാണിക്കാനാണ് ഒന്നെങ്കിൽ. ഇമ്മ ഇസ്തിഫ്ഹാമിയതൻ, അല്ലെങ്കിൽ അതൊരു ചോദ്യരൂപമാണ്, എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കലാണ്, അല്ലെങ്കിൽ അത്ഭുതം കാണിക്കലാണ്. രണ്ടാണെങ്കിലും ഇമ്മാ തഅജുബ ഇൻകാറിൻ വ ഇമ്മാ ഇസ്തിഫ്ഹാമ ഇൻകാരിൻ, രണ്ടാണെങ്കിലും അത് ഇൻകാറിനെയാണ് സൂചിപ്പിക്കുന്നത്, പറ്റൂല എന്ന് പറയാനാണ്. അതായത് കൈഫ തർക്കാ റുഖയ്യഖൽ അംബിയാഉ, എങ്ങനെയാണ് അമ്പിയാക്കന്മാർ അങ്ങയുടെ സ്ഥാനത്തേക്ക് ഉയരുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഉയരുന്നത് എന്നുള്ള ചോദ്യമല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉയരുന്നതെന്ന് പറയുന്നതുമല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരിക്കലും അമ്പിയാക്കന്മാർക്ക് ആ ഒരു സ്ഥാനം എത്തിപ്പെടാൻ സാധിക്കൂല എന്ന് പറയാം. എങ്ങനെയാണ് അതിനൊക്കെ സാധിക്കുക? നമ്മൾ പറയല്ലേ, എങ്ങനെ മൂപ്പർക്ക് അവിടെ എത്താൻ സാധിക്കുക? ഇപ്പോൾ നല്ല വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി ഒരു സ്ഥലത്തേക്ക് എത്തണം, 1 മണിക്കൂർ കൊണ്ട് എത്തണം, നമുക്കറിയാം 3 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം നമ്മൾ പറയില്ല, എങ്ങനെ മൂപ്പര് അവിടെ എത്തുക? അതായത് അതിനർത്ഥം എത്താൻ പറ്റൂല എന്നാണ്. മഅനാഹു അന്നഹു ലാ മത്മഅ ലഹും അലൈഹിമു സ്വലാത്തു വസ്സലാം, ഇതിൻ്റെ അർത്ഥം അവർക്ക് ഒരിക്കലും കൊതിക്കാൻ പറ്റൂല. റുഖയ്യക, അങ്ങയുടെ മക്കാം എത്തിച്ചേരാൻ, അങ്ങയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ അവർക്ക് കൊതിക്കാൻ പോലും പറ്റൂല. വനഫിയു ഹാഹുന യഖൂലു ഫീഹി, ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞതിന് ഉദ്ദേശിക്കുന്നത് ഇന്നഹും ലൈസത് ലഹും ബിദായത്തുൻ ബിദായതിക്, എന്തുകൊണ്ടാണ് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാമിലേക്ക് എത്താൻ സാധിക്കാത്തത്? ഇന്നഹും, കാരണം അവർ ലൈസത് ലഹും ബിദായത്തുൻ, അവർക്ക് ഒരു തുടക്കമില്ല, കബിദായതിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കം പോലത്തെ ഒരു തുടക്കം ഈ അമ്പിയാക്കന്മാർക്ക് ആർക്കുമില്ല. കാരണം ലിഅന്നൽ അംറ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം, അവിടുത്തെ യാഥാർത്ഥ്യം, അല്ലദീ വുജിദത് മിൻഹു ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, കാരണം ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അത് വിശ്വാസങ്ങളുടെ യാഥാർത്ഥ്യം ഹഖീഖത്തുൽ മുഹമ്മദിയയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് വിശ്വാസങ്ങളുടെ യാഥാർത്ഥ്യം. എന്നാൽ അതല്ല അവിടെ നിന്നല്ല മറ്റുള്ളവരൊന്നും വന്നിട്ടുള്ളത്.
ലാ മത്മാലി അഹദിൻ യകൂനു ഫി മിൻഹു. ഈ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്ന് നബിമാർക്ക് വരിക എന്ന് പറയുന്നത്, മറ്റ് നബിമാർക്ക് വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് കൊതിക്കാൻ പോലും പറ്റൂലായിരുന്നു. യദാലിക, കാരണം അന്നക അസുലുൽ ഉസൂൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമാണ്. വഖൗനു കുല്ലുഹു ഫറഉൻ അൻക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവുന്ന അടിത്തറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവുന്ന സ്രോതസ്, ആ സ്രോതസ്സിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ പൊട്ടിമുളച്ചിട്ടുള്ളത്. ഫറഉൻ അൻക, റസൂലുള്ളാഹികളിൽ നിന്നാണ് എല്ലാം ശാഖകളും ഉണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹി അതിൻ്റെ അടിവേരാണ്, റസൂലുള്ളാഹി അതിൻ്റെ സ്രോതസ്സാണ്, അതിൻ്റെ അടിത്തറയാണ്. വമിൻ മഅലൂമുൻ ബി ദറൂറത്തി, നമുക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ്, അന്നൽ ഫറഅ ലാ യസ്തൗഇബു ഹുക്മൽ അസ്ൽ, ഒരിക്കലും ഒരു ശാഖക്ക് അടിസ്ഥാനത്തിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സാഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുഴയിൽ നിന്ന് വരുന്ന മറ്റൊരു അരുവിക്ക്, ആ അരുവിക്ക് ഒരിക്കലും പുഴനെ ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ. കാരണം അരുവിയിൽ നിന്നല്ല, പുഴയിൽ നിന്നാണല്ലോ അരുവി വരുന്നത്. അതുപോലെ അന്നൽ ഫറഅ ലാ, അതുപോലെ നമുക്കൊരു വൃക്ഷത്തിൻ്റെ കൊമ്പിന് ഒരിക്കലും ആ വൃക്ഷത്തിനെ മൊത്തം ഉൾക്കൊള്ളാൻ കഴിയില്ല. അന്നൽ ഫറഅ ലാ യസ്തൗഇബു ഹുക്മൽ അസ്ൽ, ഈ അസ്ലിൻ്റെ അടിത്തറയുടെ സ്രോതസ്സിൻ്റെ അടിവേരിൻ്റെ യാഥാർത്ഥ്യത്തെ ഒരിക്കലും അതിൻ്റെ ശാഖകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. മിൻ കുല്ലി വജ്ഹിൻ, ഏത് തലത്തിലൂടെ നോക്കിയാലും അതവർക്ക് സാധിക്കൂല. കാരണം ലി അന്ന ലഹു നിസ്ബത്തുൻ മിനൽ അസ്ലി ഫഖത്ത്, കാരണം ഈ ശാഖകൾക്കാകെ പറയാനുള്ളത്, ശാഖകൾക്കാകെ അവകാശപ്പെടാനുള്ളത് ഈ അസ്ലിനോട്, ഈ സ്രോതസ്സിനോട്, ഈ അടിവേരിനോട് ഉള്ള ഒരു ബന്ധം മാത്രമാണ്. ഈ ശാഖ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വേരുള്ളത് കൊണ്ടാണ്. ഈ ഇതിൻ്റെ സ്രോതസ്സിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വന്ന കാര്യങ്ങൾ ആ സ്രോതസ്സിനെ ഉൾക്കൊള്ളുക? വലൈസ യസ്തൗഇബു ഹുക്മുൽ അസ്ൽ, അതുകൊണ്ട് തന്നെ ഈ സ്രോതസ്സിന്, ഈ അടിസ്ഥാനത്തെ ഒരിക്കലും ഈ ഫറഇന് ശാഖക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. വൈദാ കാന ഹാദൽ ഇഅ്തിബാർ മിൻ അസ്ലി വൽ ഫുറൂ, അടിസ്ഥാനത്തിൻ്റെയും ശാഖൻ്റെയും വിഷയത്തിൽ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഫലാ മത്മഅ ലിജമീ അൽ മുർസലീൻ, മുർസലീങ്ങൾക്കൊന്നും കൊതിക്കാൻ സാധിക്കൂല. അൻ യർതഖൂ റുഖയ്യക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിലേക്ക് ഉയരാൻ വേണ്ടി. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി മഖാമിലേക്ക് അമ്പിയാക്കന്മാർക്ക് ഉയരാൻ പറ്റൂല എന്ന് പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിൻ്റെ അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടിത്തറയിൽ നിന്ന് ഉണ്ടായ ഒന്നിന് എങ്ങനെയാണ് അടിത്തറനെ ഉൾക്കൊള്ളാൻ പറ്റുക? ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. ആ കാരണം കൊണ്ടാണ്. വറുഖയ്യു അല്ലദി അശാറ ഇലൈഹി ശൈഖു ഫി ഹാദൽ മഹല്ലി, ഈ ഒരു സ്ഥലത്ത് റുഖയ്യ് എന്ന് പറഞ്ഞതുകൊണ്ട് ശൈഖ് അവർകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹുവ ഖിയാമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മഖാമിൽ വഹദ, വഹദത്തിൻ്റെ മഖാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി കൈഫ തർക്ക റുഖയ്യുക്ക്, നിങ്ങളുടെ സ്ഥാനത്തെ എങ്ങനെയാണ്, നിങ്ങളുടെ ഉയർച്ച എങ്ങനെയാണ് അമ്പിയാക്കന്മാർ അതിലേക്ക് എങ്ങനെ ഉയരാന്ന് ചോദിക്കുമ്പോൾ ആ ഉയരുന്ന ആ ഉയർച്ചൻ്റെ അവസ്ഥ എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹദത്ത് എന്നുള്ള മഖാമിലുള്ള അവിടുത്തെ നൃത്തത്തെ പറയുന്ന പേരാണ്. അല്ലദീ യുഅബ്ബറു ഫീഹി അൻ ഹഖീഖത്ത് ദാത്തുൽ മുത്ലഖ്, ആ ഒരു വഹദത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ ദാത്ത് മുത്ലഖ്, പരിപൂർണമായ ദാത്ത് മുഴുവനായിട്ടും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്, വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അള്ളാഹുവിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ട ആ വഹദത്ത് എന്നുള്ള മഖാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നതിനാണ് റസൂലുള്ളാഹിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ സ്ഥാനത്തേക്ക് മറ്റൊരു നബിമാർക്കും എത്താൻ സാധിക്കില്ല എന്നാണ് ഈ കവിയോട് ഉദ്ദേശിച്ചത്. വഅമ്മൽ മഖാമുൻ നബിയ്യീന വൽ മുർസലീന കുല്ലിഹിം, എന്നാൽ എല്ലാ നബിമാരും മുർസലീങ്ങളും അവരെല്ലാവരും ഫഇന്നഹും മറാത്തിബുഹും കുല്ലുഹ, അവരുടെ എല്ലാ മർത്തബകളും സ്ഥാനങ്ങളും
മിൻ മഖാമത്തുൽ വാഹിദിയ, അവരെല്ലാവരും വാഹിദീയത്തിൻ്റെ മക്കാമിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാമ് വഹദത്ത് എന്നുള്ള മക്കാമാണ്. എന്നാൽ മറ്റ് അമ്പിയാക്കന്മാരുടെ മുഴുവൻ മക്കാമുകൾ വാഹിദിയ എന്നുള്ള മക്കാമിലാണ് കിടക്കുന്നത്. ഫൽ മറാത്തിബ് സലാസത്തുൻ, 3 മർത്തബകളാണുള്ളത്. അൽ അഹദിയ വൽ വാഹിദിയ, അൽ അഹദിയ വൽ വഹദത്തു വൽ വാഹിദിയത്തു. 3 മർത്തബകളാണുള്ളത്. 1 അഹദീയത്തിൻ്റെ മർത്തബ, 2 വഹദത്തിൻ്റെ മർത്തബ, 3 വാഹിദീയത്തിൻ്റെ മർത്തബ. അഹദിയ എന്ന് പറയുന്നത് ഈ 3 ഒന്ന് തന്നെയാണ്. പക്ഷേ അഹദിയ എന്ന് പറഞ്ഞാൽ ഏകനായ ഒന്ന്, അവിടെ വേറെ ഒന്നുമില്ല. വഹദത്തും അതിലേക്ക് ചേർന്ന് വരുന്ന അർത്ഥമുള്ളതാണ്. വാഹിദീയ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, പക്ഷെ അതിൽ മറ്റൊന്നിൽ കൂട്ടത്തിൽ ഒന്ന് എന്നുള്ളൊരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി ഒന്നിൻ്റെ തനിമ കുറച്ച് കുറവുള്ള ഒന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫൽ അഹദിയത്ത് കുനുഹുൽ ഹഖു മിൻ ഹൈസു മാ ഹുവ ഹുവ. അഹദിയ എന്ന് പറഞ്ഞാൽ ഹക്കിൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ സത്തയാണ്. ബിലാ നിസ്ബത്തിൻ വലാ കൈഫിയത്തിൻ, അവനെ നമ്മൾ ഏതിനെങ്കിലും ബന്ധിപ്പിക്കാൻ പറ്റൂല, അവൻ എന്താണെന്നോ ഏതാണെന്നോ ചോദിക്കാൻ പറ്റൂല. വലാ ഐരിയത്തിന്, അവിടെ അവൻ്റെ കൂടെ വേറെ ഒന്നുമില്ല. വലാ ഷൈഇൻ ഐരിഹിമ, അവൻ്റെ കൂടെ മറ്റൊന്നുമില്ല. ബിമായു യുഅഖലു വലാ യുതവഹമു ഔ യുതഹയ്യൽ, അവൻ്റെ കൂടെ മറ്റൊന്നുണ്ടെന്ന് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ ആലോചിക്കാനോ പോലും പറ്റാത്ത അത്ര രൂപത്തിലുള്ള ഏകത്വം, അതാണ് അഹദിയത്ത്. അത് ഹക്കിൻ്റെ സാന്നിധ്യമാണ്. അമ്മൽ വഹദത്തു, എന്നാൽ വഹദത്ത് എന്ന് പറഞ്ഞാലോ ഫഹിയ മഖാമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമാണ്. ഫി ഹദ്റത്ത് ദാത്തിൻ്റെ ഹദ്റത്തുള്ള വിശ്വാസങ്ങളെ മഖാം. മിൻ ഹൈസു മാ ഹിയ ലി ജമീൽ അഅ്തിബാറാത്ത് ഇല്ലാ ഗൈരിയ, എന്നാൽ അവിടെ ഗൈരിയത്തല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. അതായത് ഹക്കിൻ്റെ പരമമായ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വാഹിദീയാണ്. വാഹിദിയയിൽ അവൻ മാത്രമുള്ള ആ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ നമ്മളെ ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാനോ ഒന്നും പറ്റുന്നതല്ല. ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത അവൻ്റെ കൂടെ വേറെ ഒന്നുമില്ല എന്നുള്ള സമയത്ത്. എന്നാൽ വഹദത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാമാണ്. എന്നാൽ ആ മക്കാമിൻ്റെ അവസ്ഥയിലും അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യമല്ലാത്ത മറ്റൊന്നുമില്ല, അള്ളാഹുവിൻ്റെ സാന്നിധ്യം ഒഴികെ. അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിക്കും സാധിക്കൂല, ഒരു ചിന്തകൾക്കും അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂല. വഹദത്തിൻ്റെ മക്കാമ് അവിടെ അല്ലാത്ത ഒരവസ്ഥനെ അവിടെ ഐരിയത്ത് അവിടെ ഉൾക്കൊള്ളുകയില്ല. എന്നാൽ വാഹിദിയ എന്ന് പറഞ്ഞാൽ അമൽ വാഹിദിയ എന്ന് പറഞ്ഞാൽ വഹിയ ഹദ്റത്തുൽ ഹഖ് ബി മർത്തബത്തിൽ ഉലൂഹിയത്തിൻ്റെ മർത്തബയിലുള്ള ഹക്കിൻ്റെ സാന്നിധ്യമാണ്. ഉലൂഹിയത്തിൻ്റെ മർത്തബ ആരിഫീങ്ങൾക്കറിയാം. ഉലൂഹിയത്തിൻ്റെ മർത്തബ എന്ന് പറയുന്നത് കുറച്ചുകൂടി അള്ളാഹുവിൻ്റെ തജല്ലി വെളിവാകുന്ന ഇടമാണ്. അതാണ് ശരിക്കും വാഹിദിയ. മുസ്തമിലത്തിൻ അലാ ജമീയ സിഫാത്ത് വൽ അസ്മാ, അത് അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാ സിഫാത്തുകളെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. വദാത്തു അൻ സാഹിബിഹ ഗൈബുൻ, എന്നാൽ ഈ ഒരു വാഹിദിയൻ്റെ മക്കാമിൽ നിൽക്കുന്ന ഒരാൾക്ക് ദാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അതായത് വാഹിദിയനെ കുറിച്ച് ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. വലൈസ മഷ്ഹദുഹു ഇല്ലാ മർത്തബത്തുൽ ഉലൂഹിയ, അവർക്ക് ഇല്ലാ മർത്തബത്തുൽ ഉലൂഹിയ അൽ മുസ്തമിലത്തുൻ അലാ ജമീഇ സിഫാത്ത് വൽ അസ്മാ, എല്ലാ അസ്മാകളും സിഫാത്തുകളും ഒരുമിച്ച് കൂട്ടുന്ന ഈ ഉലൂഹിയത്തിൻ്റെ മർത്തബക്ക് ദാത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കൂല. വമൻ കാന ഫി ഹാദൽ മൈദാൻ, ഈ മേഖലയിലുള്ള ഒരാള് ലാ മത്മാലഹു അൻ യഹൂമു ഹൗല മർത്തബത്തിൽ വഹദത്തിൻ്റെ മർത്തബയിലേക്ക് ചുറ്റാൻ അവർക്ക് ഒരിക്കലും സാധിക്കൂല. മിൻ ഹൈസു മാ ഹിയ തജല്ലദ് ദാത്തുൽ മുത്ലഖ്, കാരണം ആ വഹദത്ത് അള്ളാഹിൻ്റെ ദാത്ത് മുത്ലഖിൻ്റെ വെളിവാകുന്നൊരു ഇടമാണ്. ഫഇന്ന തിൽക്കൽ മർത്തബത്തു വഹദത്തു ബിലാ മുഷാറക്കത്തിൻ, ആ ഒരു സാന്നിധ്യത്തിൽ
അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ അതിന് വേറൊരു പങ്കുകാരനും അവിടെ ഇല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു വെളിവായത് അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ദാത്ത് കൊണ്ട് വെളിവായ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നബിമാർക്കൊന്നും പ്രവേശനമില്ല. കാരണം നബിമാരുടെ ഒക്കെ സാന്നിധ്യം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹിൻ്റെ മർത്തബയിലാണ്. അത് തന്നെ സിഫാത്തുകളുടെയും അസ്മാകളുടെയും തജല്ലി മാത്രം അവിടെ വെളിവാവുന്നുള്ളൂ. അപ്പോൾ ഹക്കിൻ്റെ സത്തയുടെ ദാത്തിൻ്റെ തജല്ലി വെളിവായ ഇടം അത് റസൂലുള്ളാഹികൾക്ക് മാത്രമാണ്. എന്നാൽ മറ്റമ്പിയാക്കന്മാർക്കൊക്കെ അള്ളാഹുവിൻ്റെ സിഫാത്ത് അസ്മാകളുടെ മർത്തബൻ്റെ തജല്ലി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അവിടേക്ക് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിലേക്ക് ഈ നബിമാർക്കൊന്നും പ്രവേശനമില്ല. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വരി വായിച്ചു നോക്കൂ. കൈഫ തർക്കാ റുഖയ്യകൽ അംബിയാഉ. എങ്ങനെയാണപ്പോൾ അമ്പിയാക്കന്മാർക്ക് അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യം അള്ളാഹിൻ്റെ ദാത്ത് വെളിവായ ഇടാണ്. എന്നാൽ മറ്റമ്പിയാക്കന്മാരുടെ സാന്നിധ്യം അള്ളാഹിൻ്റെ മർത്തബയിലാണ്. അതാകട്ടെ അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തുകൾ വെളിവായ ഇടവുമാണ്. വലിഹാദ ഖാൽ, ഈ കാരണം കൊണ്ടാണ് പറയുന്നത് കൈഫ തർക്കാ റുഖയ്യകൽ അംബിയാഉ ഇദ് ലം യുസാവൂക ഫിൽ മഖാമി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമിൽ അവിടെ തുല്യരായിട്ട് വേറെ ആരുമില്ല. വലാ ഫിൽ അസ്ലില്ലദീ വുജിദത് അൻഹുൽ ഹഖീഖ. അപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് തുല്യരില്ല എന്ന് പറയുന്നത്. വലാ ഫിൽ അസ്ലില്ലദീ വുജിദത് അൻഹുൽ ഹഖീഖ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലാണ്, റസൂലുള്ളാഹി എല്ലാത്തിൻ്റെ അടിത്തറയാണ്, ഹഖീഖത്തുൽ മുഹമ്മദിയാണ് എന്ന കാരണം കൊണ്ട് ആ അടിത്തറയിൽ മറ്റ് നബിമാരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ശാഖ പിരിഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി എല്ലാത്തിൻ്റെ അടിത്തറയായതുകൊണ്ട് ഈ ശാഖകൾക്ക് അടിത്തറന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ കാരണം കൊണ്ട് വല അന്നലഹും ഇഹാത്തത്തും കൽ ഇഹാത്തത്തിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് പോലെ ഇവർക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റൂല. ഫലാ മത്മാലഹും ഹീനദിൻ അൻ യർതഖൂ റുഖയ്യക്. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഈ കാരണം കൊണ്ട് റസൂലുള്ളാഹി സാന്നിധ്യത്തിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കില്ല. ലിഅന്നഹും ഫുറൂഉൻ അൻക വ അൻത അസ്ലുൻ ജാമിഉൻ. ഇവരാണെങ്കിൽ ശാഖകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരുമിച്ച് കൂട്ടുന്ന അസ്ലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിക്. അപ്പോൾ ഈ ഒരു മഖാമിനെ കുറിച്ച് സയ്യിദുനാ ശൈഖുൽ ഇസ്ലാം തങ്ങൾ പറഞ്ഞത് എന്താണ്? കൈഫ തർക്കാ റുഖയ്യകൽ അംബിയാഉ. മറ്റ് നബിമാർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളെ സാന്നിധ്യത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒരിക്കലും മറ്റ് നബിമാർക്ക് അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിൻ്റെ അടിത്തറയാണ്. അവരൊക്കെ ശാഖയായി പിരിഞ്ഞു പോയതാണ്. ശാഖകൾക്ക് എങ്ങനെയാണ് അടിത്തറ ഉൾക്കൊള്ളാൻ പറ്റുക? ഒരു വൃക്ഷത്തിൻ്റെ ശാഖക്ക് എങ്ങനെയാണ് വേരിന് ഉൾക്കൊള്ളാൻ പറ്റുക എന്ന് പറയുന്നത് പോലെയാണത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാന്നിധ്യം, ഉന്നതമായ സാന്നിധ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ തജല്ലി വെളിവാകുന്ന ഒരു സാന്നിധ്യമാണ്. അള്ളാഹിൻ്റെ ദാത്ത് വെളിവായ ഇടാണത്. അതുകൊണ്ട് തന്നെ നബിമാരാണെങ്കിലോ അള്ളാഹിൻ്റെ മർത്തബയിലാണ്, ഉലൂഹിയത്തിൻ്റെ മർത്തബയിലാണ് നിൽക്കുന്നത്. ആ ഉലൂഹിയത്തിൻ്റെ മർത്തബയാവട്ടെ അള്ളാഹിൻ്റെ സിഫാത്ത് അസ്മാകൾ വെളിവായ ഇടാണ്. അപ്പോൾ ഈ നബിമാർക്ക് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഖാമിനെ രുചിക്കാനോ നോക്കാൻ പോലും പറ്റൂല. അതുകൊണ്ടാണ് കൈഫ തർക്കാ റുഖയ്യകൽ അംബിയാഉ എന്ന് പറഞ്ഞത്. ഞാൻ അടുത്ത വരിന് അതിൻ്റെ അടുത്ത ഭാഗത്ത് വിശദീകരിക്കാൻ ശൈഖുകൾ ഖൗലുഹു മമ്പൂശ്ശേരി തങ്ങൾ പറഞ്ഞത് യാ സമാഅൻ മാ താവലതഹ സമാഉ. യാ സമാ എന്ന ശ്വാസങ്ങളെ അഭിസംബോധന ചെയ്ത ആകാശമേന മാ താവലതഹ സമാഉ, എല്ലാ ആകാശങ്ങളെയും മുകളിലുള്ള ആകാശം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇത് വേറൊരു കാര്യത്തെ പറ്റി പറയുന്നത്. തസ്മിയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സമാ ആകാശം എന്ന് വിളിച്ചത് ലികൗനിഹി ഹുവ അസ്സഖഫുൽ മർഫൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിൻ്റെ മുകളിലുള്ള ഉയർത്തപ്പെട്ട മേൽക്കൂര ആയതുകൊണ്ടാണ്. ഒരു വീടിൻ്റെ മേൽക്കൂര പോലെ എല്ലാത്തിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ട മേൽക്കൂര ആയതുകൊണ്ടാണ്. അലാ ജമീൽ വുജൂദ്, എല്ലാ സൃഷ്ടിൻ്റെയും മുകളിലും ഉയർത്തപ്പെട്ട ഒരു റൂഫാണ്, മേൽക്കൂരയാണ് റസൂലുള്ളാഹി.
കമാ അന്ന സമാ ഫൗക്കൽ അർദ്, ഏതുപോലെയാണത്? ആകാശം ഭൂമിൻ്റെ മുകളിലാണ്. വതൻസിലു മിൻഹ അർസാഖു അഹ്ലിൽ അർദ്, ആ ആകാശത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് റിസ്ക് കടന്നു വരുന്നത്. റിസ്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപജീവനം ഭൂമിയിലേക്ക് കടന്നു വരുന്ന ആകാശത്തു നിന്നാണ് അല്ലേ? ആകാശത്തു നിന്ന് മഴ പെയ്ത് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി, ആ വെള്ളത്തിൽ നിന്നും സസ്യങ്ങളുണ്ടായി, സസ്യങ്ങളിൽ നിന്ന് ഫലങ്ങളുണ്ടായി, ഫലങ്ങൾ ഭക്ഷിച്ച് കിളികളും ജീവികളും ഒക്കെ ജീവിച്ച്, അങ്ങനെ ഇവിടെയുള്ള എല്ലാത്തിലേക്കും ഉപജീവനം വരുന്നത് ആകാശത്തു നിന്നാണ്. തൻസിലു മിൻഹ അർസാഖു അഹ്ലിൽ അർദ്, ഈ ഭൂമിയിലുള്ള എല്ലാ ഉപജീവനും മുകളിൽ നിന്നാണ് താഴോട്ടാണ് വരുന്നത്. വജമിയൽ ആസാർ അല്ലദീ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ അടയാളങ്ങളും ഇന്നമാ ഹിയ അൻ തഅസീറാത്തു ഖവാഖിബിഹി, അത് ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടായിത്തീരുന്നതാണ്. ബി ഖുദ്റത്തില്ലാഹി വ മശീഅത്തി, അള്ളാഹിൻ്റെ ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും. അതുകൊണ്ട് ഫസമാഉ ഹീനദിൻ അഷ്റഫു ഫിൽ മിനൽ അർദി വ അർഫഉ മിൻഹ, അതുകൊണ്ട് ആകാശം എന്ന് പറയുന്നത് അഷ്റഫു മിനൽ അർദ്, ഭൂമിയിനേക്കാളും മഹത്വമുള്ളതും, വ അർഫഉ മിൻഹ, ഭൂമിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ടതുമാണ്. കദാലിക, അതുപോലെ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലി ജമീൽ വജൂദ്, ഈ ഭൂമിക്കുള്ള ഈ സൃഷ്ടിയുടെ മുകളിൽ മുഴുവൻ മഹത്വപ്പെട്ടതും അവർക്ക് മുകളിൽ ഉയർത്തപ്പെട്ടതുമാണ് ശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഫഇന്ന ഫൈദ ജമീൽ വജൂദ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആത്മീയമായ പ്രവാഹങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫുയൂലാത്തുകളും അല്ലദീ ബിഹി ഇന്തിഫാഉഹു വ ബഖാഉഹു, അവരിലേക്ക് ഉപകാരം ആയി വരുന്ന, അവർ എന്തിൻ്റെ മേലിലാണോ നിലനിൽക്കുന്നത് അത്, ആ ഫുയൂലാത്തുകളൊക്കെ ഇന്നമാ ഇസ്തിംദാദുഹു വ ബഖാഉഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ടും അവിടുന്ന് നിലനിൽക്കുന്നത് കൊണ്ടാണ്. മിൻ ഫൈദത്തി ഹദ്റത്തുൽ കരീമ, ആ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ വരുന്നതാണ്. അപ്പം ഇവിടെയുള്ള എന്തിനും ഏത് ഉപകാരം ലഭിക്കുന്നതും ഏത് വസ്തുക്കളും ഇവിടെ നിലനിൽക്കുന്നതും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദദുള്ളത് കൊണ്ടും സഹായമുള്ളത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നവർക്ക്, റസൂലുള്ളാഹി അറിയാത്തവർക്ക്, എല്ലാ മനുഷ്യർക്ക് പുറമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ സൃഷ്ടിയായിട്ട് ഇവിടെ വന്നുള്ള എല്ലാത്തിനും അതിന് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ നിലനിൽക്കാൻ ആവശ്യമായ ആ സഹായങ്ങളൊക്കെ റസൂലുള്ളാഹി കിട്ടുന്നതാണ്. ഏതുവരെ തന്നെ അവരെ നിലനിൽപ്പ് വരെ റസൂലുള്ളാഹി നിലനിൽപ്പ് കൊണ്ടാണ്, അല്ലാതെ അവർ നിലനിൽക്കൂല. വജമീഉ ആസാരിൽ വജൂദ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അടയാളങ്ങളും ഇന്നമാഹു അനിൽ അസ്മാഇൽ ഇലാഹിയ, അത് ഇലാഹിയായ അസ്മാകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളുടെ തഫ്സീറിനൊക്കെ അത് വായിച്ചിരുന്നു. ഇവിടെയുള്ള ഓരോ വസ്തുവിൻ്റെ മുകളിലും അള്ളാഹുവിൻ്റെ അസ്മാകളുടെ തജല്ലി വെളിവായത് കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ വസ്തുക്കളും നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്മാകളുടെ തജല്ലി ഇല്ലായിരുന്നെങ്കിൽ ഈ വസ്തുക്കളൊന്നും നിലനിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് ജമീ ആസാർ വജൂദ്, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഇന്നമാഹു അനി അസ്മാഇൽ ഇലാഹിയ, അതൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്, ഇവിടെ ഉള്ളത് അത് ഇലാഹിയായ അസ്മാകൾ കൊണ്ടാണ്. വാസ്റാർ റബ്ബാനിയായ രഹസ്യങ്ങൾ കൊണ്ടാണ്. അല്ലദീ ജഅലഹ ഹഖ് സുബ്ഹാനഹു വ തആല ഫി ഹഖീഖത്തിൽ മുഹമ്മദിയത്തിൽ മക്നൂസ, എന്നാൽ ഈ അസ്മാകളും ഈ അസ്റാറുകളൊക്കെ അള്ളാഹു നിക്ഷേപിച്ചത് എവിടെയാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്താകുന്ന ആ മറച്ചു വെക്കപ്പെട്ട ചെപ്പിലാണ്, അതിൻ്റെ ഉള്ളിലാണ്, ആ നിധിൻ്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും വെളിവാകുന്നത് അള്ളാഹിൻ്റെ അസ്മാകളുടെയും അസ്റാറുകളുടെയാണെന്ന് മനസ്സിലായി. എന്നാൽ ഈ അസ്മാകളും അസ്റാറുകളും അള്ളാഹു ഒളിപ്പിച്ച് വെച്ച എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്താകുന്ന ആ ഒരു മറക്കപ്പെട്ട നിധിൻ്റെ ഉള്ളിലാണ്. കദാലിക ആസാർ ജമീഉൽ വജൂദ് അല്ലദീ തഖാ ഫീഹി, അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നമാ ഹിയ നാശിഅത്തുൻ അനിൽ അസ്മാഇൽ ഇലാഹിയ, അതൊക്കെ ഇവിടെ പുറത്തു വരുന്നത്
അതൊക്കെ ഉണ്ടാവുന്നത് അത് ഇലാഹിയായ അസ്മാവുകൾ കൊണ്ടാണ്. അസ്റാർ റബ്ബാനിയായ അസ്റാറുകൾ കൊണ്ടാണ്. അല്ലത്തി ഹിയ ഫി ഹഖീഖത്തുൽ മുഹമ്മദിയ ഹഖീഖത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്നാൽ ഈ അസ്റാറുകളും ഈ അസ്മാവുകളൊക്കെ എവിടെയാണുള്ളത്? അത് റസൂലുള്ളാഹിയുടെ ഹഖീഖത്തിനുള്ളിലാണ് അള്ളാഹു വെച്ചത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാം അള്ളാഹുവിൻ്റെ അസ്മാവുകൾ കൊണ്ടും അസ്റാറുകൾ കൊണ്ടും ഉണ്ടായതാണെന്ന് പറഞ്ഞാലും ആ അസ്മാവുകളും അസ്റാറുകളും ഒക്കെ അള്ളാഹ് എവിടെ വെച്ചത്? റസൂലുള്ളാഹിയുടെ ഹഖീഖത്തിനുള്ളിലാണ്. വതിൽക്കൽ അസ്റാർ വൽ അസ്മാ യമുദ്ദു ജമീഉൽ വജൂദ്. ഈ ഒരു അസ്മാവുകൾ കൊണ്ടും അസ്റാറുകൾ കൊണ്ടുമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അള്ളാഹു സഹായിക്കുന്നത്. എന്നാൽ ആ സഹായമൊക്കെ കടന്നു വരുന്ന അപ്പോൾ ആരിലൂടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ഖൗലുഹു മാ താവലത്ഹ സമാഉ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യാനി മാ താലത്തു സമാഹ ഫൗഖഹ. ഈ റസൂലുള്ളാഹിയുടെ ആകാശത്തിൻ്റെ മുകളിൽ ഒരു ആകാശത്തിനും ഒരു പദവിക്കും കയറാൻ പറ്റൂല. വലാന നാദറത്തുഹ, അതിനോട് ആർക്കും കിടപിടിക്കാൻ പറ്റൂല. ഇതിലം യക്കുൻ സാനിയൻ ഫിൽ വുജൂദ് യുഹൂത്ത് ബിജമീൽ അസ്റാരി. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാ രഹസ്യങ്ങളെയും വൽ ഉലൂം എല്ലാ അറിവുകളെയും വൽ മാരിഫ് എല്ലാ മാരിഫത്തുകളെയും ഉൾക്കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വേറൊരാളില്ല. യതമക്കന മിൻ ഹഖീഖത്തി മഖാമി. റസൂലുള്ളാഹി ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന ഒന്നും റസൂലുള്ളാഹി പുറമെ വേറൊരാൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ രണ്ടാമത് ഇവിടെ പറഞ്ഞത് വേറൊരു റസൂലുള്ളാഹി സാന്നിധ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. കൈഫ തർഖാ റുഖയ്യക്കൽ അംബിയാഉ എന്ന് പറഞ്ഞെടുത്ത് അവിടെ എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെല്ലാത്തിൻ്റെ സ്രോതസ്സായതുകൊണ്ട്, അമ്പിയാക്കന്മാരുടെ ഒക്കെ സ്രോതസ്സായതുകൊണ്ട് അല്ല. മറ്റൊരർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മക്കാമ് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ തജല്ലി ആയതുകൊണ്ട് അവരിലേക്ക് ആർക്കും കയറാൻ പറ്റൂല, അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല എന്നാണ് അവിടെ. അത് ഹക്കുമായി ചേർത്തിയിട്ടാണ് ഇത് പറയുന്നത്. കൈഫ തർഖാ റുഖയ്യക്കൽ അംബിയാഉ എന്ന രണ്ടാമത്തെ പറയുന്നത് സൃഷ്ടിയുമായി ചേർത്താണ്. യസമാഅൻ മാ താവലത്ഹ സമാഉ. ആകാശം, ഈ ഭൂമിക്ക് മദത് നൽകുന്ന ആകാശം, അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ടിയിലേക്ക് ബന്ധപ്പെട്ടിട്ടാണ്. മറ്റത് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട, ഇത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ സൃഷ്ടിയിലേക്ക് നൽകപ്പെടുന്ന സഹായങ്ങൾ, സൃഷ്ടിയിലേക്ക് വരുന്ന ഫുയൂലാത്തുകൾ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും റസൂലുള്ളാഹി മുകളിലോട്ട് കയറാൻ സാധിക്കില്ല. എല്ലാം വരുന്നത് അവരെടുത്തു നിന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി രണ്ട് തലങ്ങളെ പറ്റിയാണ് ഈ രണ്ട് സ്ഥലത്ത് പറയുന്നത്. ഒന്ന് റസൂലുള്ളാഹി ഹക്കുമായി ബന്ധപ്പെട്ട ഒരു തലം, രണ്ടാമത്തെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഒരു തലം. കൈഫ തർഖാ റുഖയ്യക്കൽ അംബിയാഉ യസമാഅൻ മാ താവലത്ഹ സമാഉ. ഇനി രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തതിൻ്റെ ഒരു വിശദീകരണമാണ്. ലം യുസാവൂക ഫീ ഉലാക വഖദ്ഹ അല സനം മിൻക ദൂനഹും വസനാഉ. അതിന് വിശദീകരിക്കുക. സുമ്മ ജാഅ ബി ഖൗലിഹി, പിന്നെ കവി കടന്നു വന്നത് ലം യുസാവൂക ഫീ ഉലാക, അതായത് ലം യുസാവൂക ഫീ ഉലാക, അങ്ങയുടെ ഔന്നത്യത്തിലേക്ക് ആർക്കും സമാനമാകാൻ സാധിക്കൂല. മുഫർദിഅൻ അലാ ഖൗലിഹി കൈഫ തർഖാ. അപ്പോൾ ഈ കൈഫ തർഖാ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആ വരിക്ക് തൊട്ട് പിന്നാലെ അതിനൊരു ഉത്തരമായിക്കൊണ്ടാണ് ഈ ഒരു വാക്ക് വരുന്നത്. ഹൈഫു നഫാ റുഖയ്യുക അൻ റുഖയ്യുഹും അൻ റുഖയ്യിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തേക്ക് ഒരു നബിമാർക്കും എത്തിച്ചേരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ കഅന്ന ഹുനാക സുആലൻ മുഖദ്ദറൻ യഖൂലു ഫീഹിൽ ഖായിൽ വലിം ലം യർതഖു റുഖയ്യഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ചോദ്യം വരാം, ഒരു ചോദ്യക്കാരന് എങ്ങനെ റസൂലുള്ളാഹി ആ ഒരു മർത്തബയിലേക്ക് ആർക്കും, അമ്പിയാക്കന്മാർക്ക് ആർക്കും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? പോകാൻ പറ്റൂല എന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം ഉയരാം. ഫഅജാബ ബി ഖൗലിഹി, അതിൻ്റെ ഉത്തരമായിക്കൊണ്ടാണ് ലം യുസാവൂക ഫീ ഉലാക, അങ്ങയുടെ ഔന്നിത്യം കൊണ്ട് ഒരാൾക്കും അങ്ങയോട് തുല്യപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞത്. വൽ ഉലാ ഹുന ഖദ് ദക്കർന, ഇവിടെ ഉല എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തെയാണ്. അന്ന മഖാമു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദ്റത്തി സാത്ത്,
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, റസൂലുള്ളാഹിയുടെ മഖാമ്, അവിടുത്തെ ഉന്നതമായ പദവി, അത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. മിൻ ഹൈസു മാ ഹിയ ഹിയ, അതെന്താണോ അതാണത്. അതിലേക്ക് ആർക്കും ഒരു ബുദ്ധിക്കും പ്രവേശിക്കാൻ പറ്റൂല. ആ റസൂലുള്ളാഹികളെ യാഥാർത്ഥ്യത്തേക്ക് ഒരു ബുദ്ധിക്കും പ്രവേശിക്കാനോ ഒരു ചിന്തക്ക് ഉൾക്കൊള്ളാനോ ഒന്നും സാധിക്കൂല. വഹിയൽ വഹദ, അത് വഹദത്തിൻ്റെ സാന്നിധ്യമാണ്. വമഖാമുൽ ജമീൽ അംബിയാഇ വൽ മുർസലീൻ, എന്നാൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെ മഖാം എന്ന് പറയുന്നത് ഹദ്റത്തു മർത്തബത്തുൽ ഉലൂഹിയ, അത് ഉലൂഹിയത്തിൻ്റെ മർത്തബയാണ്. വദാതു അൻഹും ഗൈബുൻ, എന്നാൽ ഈ ഉലൂഹിയത്തിൻ്റെ മർത്തബയിലുള്ള അമ്പിയാക്കന്മാർക്ക് ദാത്തിലേക്ക് ഒരു പ്രവേശനവുമില്ല, അത് അവർക്ക് മറഞ്ഞു കിടക്കാണ്. ഫൈന്നഹു ലൗ തജല്ലാ ലി ജമീഇഹിം സുബ്ഹാനഹു വതആല ബിദാത്തിഹി, അള്ളാഹു എങ്ങാനും അവൻ്റെ ദാത്ത് കൊണ്ട് ഈ അമ്പിയാക്കന്മാരിലേക്ക് മുഴുവൻ വെളിവായിരുന്നെങ്കിൽ, ഖമാ തജല്ലാ ലഹു ബിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വെളിവായതുപോലെ ഈ അമ്പിയാക്കന്മാരിലേക്ക് എങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദാത്ത് കൊണ്ട് വെളിവായിട്ടുണ്ടെങ്കിൽ യസാറു മഹദൽ അദം, അവർ പൂർണ്ണമായി ഇല്ലായ്മയിലേക്ക് പോകുമായിരുന്നു. മിൻ അസ്രി മിൻ തർഫത്തി ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട്, നിമിഷം കൊണ്ട് തന്നെ ഞൊടിയിടയിൽ അവരില്ലാതാവുമായിരുന്നു. അമ്പിയാക്കന്മാരുടെ അവസ്ഥയായി പറയണത്. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ കാണുക, അള്ളാഹിൻ്റെ ദാത്തിനെ അനുഭവിക്കുക, ദാത്തിലെത്തിച്ചേരുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ട്. അത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ വിശ്വാസങ്ങൾ അനുഭവിച്ച രൂപത്തിൽ ദാത്തിലെത്തിച്ചേരുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ ദാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ്. അതിൻ്റെ ഒരു തജല്ലി മനസ്സിലാവുന്നതിലേക്ക് എത്തിച്ചേരലാണ്. അല്ലാതെ അതിലേക്ക് എത്തിച്ചേരാൻ ആർക്കും സാധിക്കൂല. അപ്പോൾ ദാത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂല എന്ന് പറയും. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നത് പോലെ ആ ദാത്തിലേക്ക് വേറെ ആർക്കും എത്തിച്ചേരാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഫൈന്നഹു ലൗ തജല്ലാ ലി ജമീഇ സുബ്ഹാനഹു വതആല ബിദാത്തി കമാ തജല്ലാ ലഹാ ബിഹി, റസൂലുള്ളാഹികളിലേക്ക് വെളിവാക്കിയ ആ ദാത്ത് വെളിവായ പോലെ ഈ നബിമാരിലേക്ക് എങ്ങാനും വെളിവായിരുന്നെങ്കിൽ ലസാറു മഹദൽ അദം, അവർ പൂർണ്ണമായി ഇല്ലായ്മയിലേക്കായി പോകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ദാത്തിൽ ലയിക്കാനാണ്. ആ ദാത്തിൽ പൂർണ്ണമായി ഇല്ലാണ്ട്, എന്നിട്ട് ഞാൻ ഇല്ലാണ്ടാവണം, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവണം, അസ്തിത്വം ഇല്ലാണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പലപ്പോഴും ആ ഇല്ലാണ്ടാവണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പലപ്പോഴും എന്താണ്, നമ്മൾ ആ ശൂന്യതനെ, ഈ ഇല്ലായ്മനെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷെ ഇല്ലായ്മയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂല. അതിൽ ഒന്ന് എത്തിയോണ്ട് അതിൽ രസമില്ല. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച ചർച്ച ജവാഹറുൽ മഅനിയിൽ വരുന്നുണ്ട്. ഇല്ലായ്മയിലേക്ക് പൂർണ്ണമായി ഒരു മനുഷ്യൻ മടങ്ങിയാൽ അവിടെ എന്തെങ്കിലും ഒരു രസവനുണ്ടോ? ഒരു രസവും ഉണ്ടാവില്ല. ആ ഇല്ലായ്മൻ്റെ ഇടയിലും അവനും ആ ഇല്ലായ്മൻ്റെ ഇടയിൽ ഒരു മറ ഉള്ളത് കൊണ്ടാണ് അവനിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. ആ മറ ഇല്ലായിരുന്നെങ്കിൽ ഒരു രസം അവനുണ്ടാവില്ല, അവനവിടെ പൂർണ്ണമായി ഇല്ലാണ്ടാവല്ലേ, പിന്നെ ഹക്ക് മാത്രമല്ലല്ലോ. അപ്പം അമ്പിയാക്കന്മാർക്ക് വരെ ആ പരിപൂർണമായ ദാത്തിലേക്കുള്ള ലയനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റു സാധാരണ മനുഷ്യന്മാർക്ക് പറ്റി പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഹക്കിൻ്റെ ദാത്തിനെ അറിയണം, ദാത്തിലേക്ക് ലയിക്കണം, ഞാൻ ആ ദാത്തിലെത്തിയിട്ടില്ല, എനിക്ക് ആ ദാത്താണ് വേണ്ടത് എന്ന് പറയുന്നത് ശരിക്കും അസാധ്യമായ കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ലയിക്കാൻ സാധിക്കൂല. അതേസമയം അതിൻ്റെ തജല്ലി സൃഷ്ടിയിലായിക്കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അതിനെ അനുഭവിക്കാനും മാരിഫത്തിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന സുഖം ദുഃഖം, രാത്രി പകല്, പിന്നെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങളിലൂടെയും ഇവിടെ വെളിവായ സൃഷ്ടിയുടെ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് തന്നെയാണ്. അതിലൂടെ ഒരു ആരിഫിന് ഉൾക്കാഴ്ച തുറക്കപ്പെട്ടാൽ അതിലൂടെ അവന് വെളിവായി കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ വിഷയത്തിൽ തന്നെ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ പറയുന്നു, നോക്കൂ, ഫൈന്നഹു ലൗ തജല്ലാ ലി ജമീഇഹിം സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് എങ്ങാനും വെളിവായിരുന്നെങ്കിൽ ബിദാത്തിഹി കമാ തജല്ലാ ലഹു ബിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വെളിവായതുപോലെ അവരിലേക്ക് എങ്ങാനും അള്ളാഹു വെളിവായിരുന്നെങ്കിൽ ലസാറു മഹദൽ അദം, പൂർണ്ണമായി ഇല്ലായ്മയിലേക്ക് അവർ പോകുമായിരുന്നു. മിൻ അസ്റ മിൻ തർഫത്ത് ഐൻ, ഒരു കണ്ണ് വെട്ടുന്ന സമയം കൊണ്ട് ഇല്ലായ്മയായി പോവായിരുന്നു. പൂർണ്ണമായും അവിടെ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് അസ്തിത്വം കാണാൻ പറ്റൂല. ഫലിദാ ഖാല ലി മൂസ അലൈഹിസ്സലാം, അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ലൻ തറാനി, നിനക്കെന്നെ കാണാൻ പറ്റൂല. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, അള്ളാഹുവെ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ പറയാറുണ്ടല്ലോ,
അള്ളാഹുവിന് അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആ ഹക്കീക്കത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അള്ളാഹു തന്നെ മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ തറാനി, ആ ഹക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതുപോലെ പൂർണ്ണമായ ലയനത്തിൽ, പൂർണ്ണമായ ദാത്തിന്റെ തജല്ലിയിൽ ഒരാൾക്കും അനുഭവിക്കാൻ സാധിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലൻ തറാനി, എനിക്ക് എന്നെ കാണാൻ പറ്റൂല. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കൂല. മുനി ആ ബിറോയ്യത്തി, അള്ളാഹുവിനെ കാണുന്നതിന് തൊട്ട് അള്ളാഹു അവിടെ തടഞ്ഞു. കഅന്നഹു യഖൂലു ലഹു ലാ മത്മ അലക ഫീ റുയത്തി. ഏതുപോലെയാണ് മൂസാ നബിയോട് ഇങ്ങനെ പറയുന്ന പോലെ, നിങ്ങൾ ഇന്നെ കാണാൻ കൊതിക്കണ്ട കേട്ടോ, അത് നടക്കൂല. നമ്മോട് പറയാം, ഒരു മുരീദ് ഇങ്ങനെ പറയാം, എനിക്ക് അള്ളാഹുവിൻ്റെ ദാത്തിൽ അങ്ങോട്ട് ലയിച്ചു ചേരണം. അപ്പം അള്ള പറയാണ് ലൻ തറാനി, അത് ആ കൊതി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, അത് നടക്കൂല. അത് നടന്നിട്ട് എനിക്ക് കാര്യമില്ല. നടന്നാൽ അത് എനിക്ക് നാശമാണ്, എനിക്കത് രുചിക്കാൻ സാധിക്കൂല. ആ ഒരു പൊസിഷനിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അനുഭവിക്കാൻ കഴിക്കൂ, വേറെ ആൾക്കും അത് രുചിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് ആ കൊതി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, അങ്ങോട്ട് പോകാൻ എനിക്ക് സാധിക്കൂല. കഅന്നഹു യഖൂലു ലഹു ലാ മത്മ അലക ഫീ റുയത്തി, എന്നെ കാണാൻ ഈ കൊതിക്കേണ്ട ആ പരിപാടി, ആ കൊതി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, അത് നടക്കൂല. ആ ദാത്തിൽ ലയനം സാധ്യമല്ല. വഖദ് ഖാല ബഅദു അഹ്ലിൽ ഇഷാറാത്ത്, ആത്മീയമായ സൂചനകളെക്കുറിച്ച് പറയുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഫി ഖൗലിഹി സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാക്കുകളെ കുറിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. വലാ തഖറബു മാലൽ യതീം, യതീമിൻ്റെ സമ്പത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. യതീമിൻ്റെ സമ്പത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയോ കാല ഫീഹാ ഇഷാറത്തുൻ ലിനഹിയ മൂസ അലൈഹിസ്സലാം, ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറ്റൂല എന്ന് പറഞ്ഞതിലേക്കുള്ള ഇഷാറത്തുണ്ട് ഈ ആയത്തിലും. അൻ തൊലബി തിലുക്കൽ മർത്തബ, ഈ ഒരു മർത്തബ മൂസാ നബി അലൈഹി സ്വലാം കൊതിച്ചപ്പോൾ ആ മൂസ അത് കൊതിക്കേണ്ട, അത് നിങ്ങൾക്കുള്ള എല്ലാന്ന് പറയുന്ന രൂപമാണ് ഇതിലുണ്ട്. വഹിയ റൂയത്ത് ദാത്ത്, അത് ദാത്തിനെ കാണാൻ ആഗ്രഹിച്ചതാണ്. ഇന്നമാഹിയ മുഖ്തബറത്തുൽ യതീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഇവിടെ യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പറഞ്ഞതാണ് യതീം എന്ന്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കരുതി വെച്ചതാണ്, അതിലേക്ക് വേണ്ട. ഇത് റിസർവ്ഡ് സീറ്റാണ്, അവിടേക്ക് നിങ്ങൾ കയറാൻ നോക്കണ്ട. വഹിയ മാലുഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സമ്പത്താണ്, ആ സമ്പത്തിലേക്ക് ഒരാൾക്കും പ്രവേശനമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ആയത്ത് അങ്ങനെ വായിച്ചു നോക്കൂ. വലാ തഖറബു മാലൽ യതീം, ഈ യതീമിൻ്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിലേക്ക് നിങ്ങൾ കുതിക്കണ്ട, അതിലേക്ക് വരാൻ നോക്കണ്ട, അതിലേക്ക് അടുക്കണ്ട കേട്ടോ, അവിടേക്ക് നിങ്ങൾ പ്രവേശനമില്ല. ഇല്ല, അവിടെ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ. അതായത് നമ്മൾ പറയുന്നത്, നേരത്തെ പറഞ്ഞത്, ഈ ഹക്കായിക്കുകളെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അത് അതിൻ്റെ ഒരു നല്ല രൂപം, അങ്ങനെ വേണം. ഇല്ല ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല ആ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് വരാം, ആ ഹക്കായിക്കുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അപ്പുറത്ത് അതിലും കൂടി ലയിച്ചു ചേർന്ന് ഈ പൂർണ്ണമായ ഇല്ലായ്മ, ആ ദാത്തിൻ്റെ തജല്ലി മാത്രം അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥ, അത് നിങ്ങൾ കൊതിക്കേണ്ട കേട്ടാ. അത് നിങ്ങളെ കൊതിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടൂല. അതെന്താണ്? വലാ തഖറബു മാലൽ യതീം, അത് യതീമിൻ്റെ മാലാണ്, സമ്പത്താണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്താണ്, അത് നിങ്ങൾക്ക് ആർക്കുള്ളതല്ല. ഖൗലുഹു വഖദ്ഹ ലാ സനാ മിൻക ദൂനഹും വസനാഉ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സനാ, ഇവിടെ രണ്ട് സനാ പറയും, ഒന്ന് സനാ വസനാഉ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സനാ എന്ന് പറഞ്ഞാൽ ഹുവ ദിയാഉൻ, അത് പ്രകാശമാണ്. മുറാദു ബി നൂറു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അമ്പിയാക്കന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ തങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അവരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രകാശമുള്ളതുകൊണ്ടാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ്. അപ്പോൾ സനാ ഹുവൽ ഉലുവ്, എന്നാൽ സനാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔന്നിത്യമാണ്. സനാ ബി കസ്രി ഹുവൽ ദിയാഉ വന്നൂർ, എന്നാൽ ദീർഘിപ്പിക്കാതെ സന എന്ന് പറഞ്ഞാൽ അത് പ്രകാശാണ്. വസനാഉ ബിൽ മദ്ദി ഹുവൽ ഉലുവ്, എന്നാൽ സനാഉ എന്ന് പറഞ്ഞാൽ നീട്ടി പറഞ്ഞാൽ അത് ഔന്നിത്യമാണ് ഉദ്ദേശിക്കുന്നത്.
അഖ്ബർ ഹുന അൻ സബബി മൻഇഹിം, ഇവിടെ കവി പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് റസൂലുള്ളാഹിയുടെ സാന്നിധ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ സബബ് വിശദീകരിക്കുക. മിൻ തർക്കിയഹിം റുഖയ്യക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിലേക്ക് എത്താൻ അവർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് പറഞ്ഞെടുക്കുകയാണ്. ലിഅന്ന തർക്കിയഹും ഇലാ ദാലിക്കൽ മഖാം ഹാലത്ത് ദൂനഹു, കാരണം ആ മഖാമിലേക്ക് എത്താൻ അവർ പരിശ്രമിക്കുമ്പോൾ അവരുടെയും ആ മഖാമിൻ്റെ ഇടയിൽ ഒരു മറ ഉണ്ടാവും. ഐദാലിക്കൽ മക്കാം, ആ മക്കാമിൻ്റെ ഇടയിൽ മറ ഉണ്ടാവും. എന്താണ്? ഹുജുബുൽ അൻവാർ ഇലാഹിയായ പ്രകാശങ്ങളുടെ മറയാണത്. ഫൈനഹും ലൗ ദനൂ മിൻ ഹിജാബിൽ അവൽ, ആ മറയിൽ നിന്ന് ഏതെങ്കിലും ആദ്യത്തെ മറ കണ്ടല്ലോ, മറ കുറേ ഉണ്ടാവുമ്പോൾ ആ മറയിൽ ആദ്യത്തെ മറ ഉണ്ടാവില്ല, ആദ്യത്തെ മറ മിൻ തിൽക്കൽ അൻവാർ, ആ ഒരു പ്രകാശങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മറയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ ലഹ്തറഖൂ, അവർ കത്തി ഇല്ലാണ്ടായിപ്പോവും. ഫി അസ്റ മിൻ തറഫത്ത് ഐനിൻ, കണ്ണി പോട്ടുന്ന സമയത്ത് വരെ. അതായത് ഈ നബിമാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രകാശമായിട്ടുള്ള ഒരുപാട് മറകളുണ്ട്. ആ മറയിലെ ആദ്യത്തെ മറയിലേക്കെങ്ങാനും ഒരു നബി കയറിയാൽ കണ്ണു പൊട്ടുന്ന സമയത്ത് തന്നെ അദ്ദേഹം കരിഞ്ഞില്ലാണ്ടായിപ്പോവും. മൂപ്പർക്ക് അവിടെ കാണാൻ സാധിക്കൂല. വഖൗലുഹു വസനാഉ യാനി ഖദ് ഹാല ഉലുവു മഖാമിക് ദൂന തർഖിയഹും റുഖയ്യക്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം അവരുടെയും ആ സാന്നിധ്യത്തിൻ്റെ ഇടയിൽ ഒരു മറയുണ്ട് എന്നാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വദക്കർന മഖാമുഹു, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഫി ഹദ മഖാമുഹു ഹിയ ഹദറത്തു ദാത്തുൽ മുത്ലഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മഖാമുമായി ചേർന്നിട്ടാണ്. മഖാമാത്തുഹും, എന്നാൽ ഈ നബിമാരുടെ ഒക്കെ മഖാമുകളോ ജമീഅൻ ഫി ഹദറത്തുൽ ഉലൂഹിയ, അത് ഉലൂഹിയത്തിൻ്റെ മർത്തബയിൽ നിൽക്കുന്നതാണ്. വബൈന ഹദറത്തുൽ ഉലൂഹിയ വഹദറത്തുൽ ദാത്ത്, എന്നാൽ ഈ ഉലൂഹിയത്തിൻ്റെയും ദാത്തിൻ്റെയും മർത്തബൻ്റെ ഇടയിൽ ഉണ്ട് ഹുജുബുൻ ലാ തഖ്സ വലാ തുസ്തഖ്സ, ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത, ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്ര എണ്ണം മറകൾ അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എത്താൻ സാധിക്കാത്തത്. അതാണ് ബുസൂരി ഇമാമിൻ്റെ രണ്ട് വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈഫ തർഖ റുഖയ്യകൽ അംബിയാഉ യാ സമാഅൻ മാ താവലത് ഹസമാഉ ലം യുസാവൂക ഫീ ഉലാക വഖദ്ഹ ലാ സനാ മിൻക ദൂനഹു വസനാഉ. അപ്പം ഈ വരികൾ ഇത്ര ആയുള്ള അർത്ഥം നൽകുന്നതാണ്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തനങ്ങളിലൊക്കെ നമ്മൾ പ്രകീർത്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്ഥാനത്തിനോട് യോജിച്ച് അവരെ മഹത്തുക്കൾ പാടിയതിനനുസരിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ പ്രകീർത്തനം നമ്മളെ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലുള്ള പ്രകീർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് പരമാവധി നമ്മളെ സ്വന്തം പ്രകീർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് മശായിഖന്മാരെ പ്രകീർത്തനങ്ങൾ ഒരു പറഞ്ഞ രൂപത്തിലുള്ള പ്രകീർത്തനം പ്രകീർത്തിക്കുക. കാരണം അതിലിതൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ പ്രകീർത്തനത്തിൽ എന്താണുള്ളത്? ഒന്നുമില്ല, വെറും വാക്കുകളും ആ വാക്കുകൾ തന്നെ നീട്ടി വലിച്ച് അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞാൽ ആ രണ്ട് വരീൻ്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് രണ്ട് വാക്കിൽ ഉൾക്കൊള്ളിക്കാം, അത്രയേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അർത്ഥം. ഇതിനൊക്കെ മശായിഖന്മാർ എത്ര വിശദീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ആയോ എത്ര മാത്രമാണ്. അങ്ങനത്തെ വരികൾ നമ്മൾ വായിക്കാനും പാടാനും ഒക്കെ ശ്രമിക്കുക. മറ്റേ പാടരുത് ചെയ്തിരുന്നല്ല, പക്ഷെ എന്നാലും ഇതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് റസൂലുള്ളാഹി യഥാവിധം പ്രകീർത്തിച്ചവരുടെ കൂട്ടത്തിൽ അതിനെ അനുകരിച്ച രൂപത്തിലെങ്കിലും നമുക്ക് പെടാൻ സാധിക്കും.